അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോഴേ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, ചായക്കൊപ്പം കഴിക്കാൻ. അപ്പോൾ ചില ദിവസങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെന്ന് പറയാം ഇലയുടെ കേട്ടോ. ഇലയുടെ പിന്നെ എല്ലാവർക്കും അറിയാം, പണ്ട് കാലം മുതലേ ഉള്ള ഒരു പലഹാരമാണ് ഈ ഇലയുടെയെന്ന് വെച്ചാൽ. പിന്നെ ഇപ്പം ഞാൻ ഇതിനകത്ത് ഒരു പഴം കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടിയല്ല എടുക്കുന്നത്, ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അതിന് അത്ര ഒരു മയം ഉണ്ടാകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു 2 സ്പൂണ് മൈദ കൂടി ചേർത്ത് കേട്ടോ. ആദ്യം ഞാൻ മൈദയുള്ള കാര്യം മറന്നു പോയായിരുന്നു കേട്ടോ, പിന്നെ ഞാൻ ഓർത്തത്. അങ്ങനെ പിന്നെ അതിനകത്ത് കുറച്ച് മൈദ കൂടി ചേർത്ത്. അപ്പോഴത്തേക്കും നമ്മുടെ മാവ് കുറച്ച് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു വാഴയില വെട്ടിക്കൊണ്ട് വന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അത് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചില ദിവസം വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നിയാലും മടി പിടിച്ചിരിക്കും. ഉണ്ടാക്കാൻ തോന്നിയാലും പിന്നെ ഉണ്ടാക്കില്ല, അങ്ങനെയിരിക്കും. ചില ദിവസമാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അന്നേരം ഞാൻ ചെയ്യാറുമുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വാഴയിലേക്കകത്തൊരു കുറച്ച് മാവൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത മാവ് കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. അന്നേരം പിന്നെ ഞാൻ ആ പരത്തിനകത്തുനിന്ന് കുറച്ച് മാവിനകത്തുനിന്ന് മാറ്റിയിട്ട് പിന്നെ ബാക്കി വന്ന മാവ് വെച്ചിട്ട് പിന്നെ ഞാൻ ബാക്കിയും കൂടി നല്ല രീതിയിൽ നൈസായിട്ട് പിന്നെ പരത്തി എടുത്തിട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ആ തേങ്ങയും ശർക്കരയും പഴം കൂടിയിട്ട് മിക്സാക്കി വെച്ചേക്കുന്നത് ഇതിനകത്തോട്ട് വെച്ചിട്ട് ഞാനെല്ലാം പരത്തിയെടുത്ത് അങ്ങനെ. അപ്പം പരത്തിയെടുക്കുന്നതിന് മുൻപ് നമ്മൾ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പച്ചമ്പിൽ. അപ്പോൾ ഏകദേശം അത് ചൂടായി വരുമ്പോഴത്തേക്കിനും ഇത് നമുക്ക് എടുത്ത് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് അവിയിലിരുന്നാൽ മതി കേട്ടോ. ഇതെല്ലാം നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അപ്പച്ചമ്പിലോട്ടെല്ലാം നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെയെല്ലാം ഞാൻ വെച്ച് കൊടുത്ത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വൈകുന്നേരത്തെ പരിപാടി ഏകദേശം ഇത് തന്നെയായിരുന്നേ.